ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സീനിയർ ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു 3 മാസക്കാലം, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3 മാസക്കാലം ദൈവത്തിൽ ഉള്ള ബന്ധത്തിൽ എപ്രകാരം വളരുക എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക. നാം ഇന്ന് എൻ്റെ 3ാമത്തെ പാഠത്തിലെത്തിയിരിക്കുകയാണ്. പാഠത്തിന്റെ ഹെഡിങ് അഹങ്കാരവും വിനയവും. അഹങ്കാരവും വിനയവും. പ്രൈഡ് വേഴ്സസ് ഹ്യൂമിലിറ്റി. പ്രൈഡ് വേഴ്സസ് ഹ്യൂമിലിറ്റി. മനപ്പാഠവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം അതിപ്രകാരം പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയില് ശിഷ്യന്മാരോട് പുരുഷാരത്തോടും പറഞ്ഞ ഒരു വാക്യമാണ്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത്, വലിയ അഹങ്കാരമുള്ള, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വയം പറയുന്ന, അല്ലെങ്കിൽ ആരുടെയും വിമർശനങ്ങൾക്ക് കീഴ്പ്പെടുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതില് വിദഗ്ധനായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ലേഖകൻ ചോദിക്കുന്നത്, വലിയ അഹങ്കാരമുള്ള, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യക്തി, 2 മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും കൂടാതെ ഒരിക്കലും വിമർശനങ്ങൾക്ക് കീഴ്പ്പെടാത്ത വ്യക്തി, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് അനേകം മുഖങ്ങള് ഈ ഒരു വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരും, അല്ലെ? അനേകരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ മാഞ്ഞു പോകും. പക്ഷെ ഇന്നത്തെ പാഠത്തില് ചോദിക്കുന്നത്, നാം മറ്റുള്ളവരെ ഇങ്ങനെ വിലയിരുത്തുമ്പോ നമ്മുടെ സ്വന്തം കാര്യം എങ്ങനെയാണെന്ന് ലേഖകൻ ചോദിക്കുന്നു. നാം മറ്റുള്ളവർക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ, അല്ലെ, ഒരിക്കലും വിമർശനങ്ങൾക്ക് കീഴ്പ്പെടാത്തവൻ, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവൻ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നവൻ എന്ന് നാം മറ്റുള്ളവരെ കുറിച്ച് ഓരോ ചിത്രങ്ങൾ മനസ്സിൽ വരുമ്പോ നമ്മുടേതായ സ്വഭാവം എന്താണ് എന്ന് ചോദിക്കുകയാണ്, അല്ലെ? നാം അങ്ങനെ അല്ല എന്ന് സ്വയം പറയുകയാണെങ്കിൽ, ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല, ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, അല്ലെ, ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നില്ല എന്ന് നമുക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ലേഖകൻ പറയുന്നു, നാം അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനെന്നൊരു തോന്നല് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, അല്ലെ? ഞാൻ അവനേക്കാൾ നല്ലവനാണ്, അല്ലെ? പള്ളി കാര്യങ്ങളിൽ ഞാൻ അവനേക്കാൾ ഫ്രണ്ടിലാണ്, ഞാൻ അവനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, എനിക്ക് അവനേക്കാൾ നല്ല രീതിയിൽ സംസാരിക്കുവാൻ അറിയാം, അല്ലെ? നമ്മൾ അങ്ങനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിലയിരുത്താറുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്, അല്ലെ? ഞാൻ അവനേക്കാൾ കേമനാണെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെയാണെന്ന് സ്വയം ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഇന്നത്തെ പാഠത്തില് ലേഖകൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടെന്ന് നാം ആഗ്രഹിക്കുമ്പോഴാണ്, അല്ലെ? മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മറ്റുള്ളവരെക്കാൾ വിലയുണ്ട്, ഞാൻ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ കേമനാണ്, എനിക്ക് മറ്റുള്ളവരെക്കാൾ സംസാരിക്കാൻ അറിയാം, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് സ്വയം എനിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരം. അപ്പൊ ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ പറയുകയാണ്, എനിക്ക് മറ്റുള്ളവരെക്കാൾ സമൂഹത്തിൽ വിലയുണ്ട്, എനിക്ക് പള്ളിയിൽ മറ്റുള്ളവരെക്കാൾ വിലയുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, കുടുംബത്തിൽ ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, സമൂഹത്തിൽ എനിക്ക് വിലയുണ്ട് എന്ന് നാം അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരം.
ഇന്നത്തെ പാഠത്തില് ദൈവവുമായുള്ള ബന്ധത്തില്, മറ്റുള്ളവരുമായുള്ള ബന്ധത്തില് അഹങ്കാരം നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ പാഠത്തിൽ പഠിക്കും. എത്രമാത്രം നമ്മെ അഹങ്കാരം ദൈവവുമായുള്ള ബന്ധത്തിലും മനുഷ്യരുമായുള്ള ബന്ധത്തിലും നമ്മെ സ്വാധീനിക്കുന്നു, അല്ലെ? അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെയും ദൈവം മുമ്പാകെയും അഹങ്കാരത്തിന്റെ വിപരീതമായ താഴ്മ ധരിക്കണം എന്ന് ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെ? അഹങ്കാരത്തിന് പകരം മറ്റുള്ള മുമ്പാകെയും ദൈവം മുമ്പാകെയും താഴ്മ ധരിച്ചുകൊണ്ട് ദൈവമക്കള് നിലനിൽക്കണമെന്ന് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് അഹങ്കാരത്തിന്റെ മുറുക്കമുള്ള വിരലുകള്. അഹങ്കാരത്തിന്റെ ഇങ്ങനെ മുറുക്കമുള്ള വിരലുകള്. പലപ്പോഴും നമ്മൾ അഹങ്കാരം കാണിക്കുന്നത് ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിയാണ്. നമ്മുടെ അഹങ്കാരം, അധികാരം കാണിക്കുന്നത് ഇങ്ങനെയാണ്, മുറുക്കമുള്ള വിരലുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ചത്തെ പാഠത്തില് നമ്മോട് ചോദിക്കുന്നത്, നിങ്ങൾ ഒരു അഹങ്കാരിയായ രാഷ്ട്രീയക്കാരനാണോ, അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ ധനികനാണോ, അല്ലെങ്കിൽ അഹങ്കാരിയായ സമൂഹത്തിലെ പ്രശസ്തനായ ഒരു വ്യക്തിയാണോ എന്ന് നമ്മോട് ചോദിക്കുകയാണ്. എത്ര പ്രധാനപ്പെട്ടവരാണെങ്കിൽ പോലും അഹങ്കാരം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ലേഖകൻ അത് വ്യക്തമായി പറയുന്നു. നാം എത്ര പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് നമുക്ക് സ്വയം തോന്നിയാലും നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ അഹങ്കാരം എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. ഒരിക്കലും ഈ വികാരത്തെ നാം ആശ്രയിക്കുവാൻ പാടില്ല, ആശ്രയിക്കരുത് എന്നാണ് ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതൊരു വികാരമാണ്. ഒരിക്കലും ആ വികാരത്തിൽ നാം അടിമപ്പെടരുത്, ആശ്രയിക്കരുത്. കാരണം ഉദാഹരണമായി പറയുന്നത് ദൈവത്തെ ഏറ്റവും അടുത്തു സേവിച്ചിരുന്നതായ ലൂസിഫറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ അടുത്ത് സേവിച്ചതായ കെരൂബായ ലൂസിഫർ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരംഭിച്ചതായ ഈ അഹങ്കാരം എത്രമാത്രം പിന്നീട് അത് പാപത്തിന്റെ അനുഭവത്തിലേക്ക് വരികയും ഒരു വലിയ വിവാദത്തിലേക്ക്, വൻ വിവാദത്തിലേക്ക് അതിനെ നയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് താഴ്മയുടെ വിപരീതമാണ്, അല്ലെ? അഹങ്കാരം എന്ന് പറയുന്നത് താഴ്മയുടെ വിപരീതമാണ്. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ലൂസിഫറിനെ കുറിച്ച് ഇവിടെ ഇപ്രകാരം പറയുന്നു: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? എന്താണ് ലൂസിഫറിൻ്റെതായ ചിന്താഗതി? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും, ഞാൻ മേഘോന്നതകൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തില് പറഞ്ഞത്. അതൊരു വികാരമാണ്, നമ്മുടെ ഉള്ളിൽ തോന്നുന്നതായ തോന്നലുകളാണ്, അല്ലെ? അപ്പൊ ലൂസിഫറിന്റെ ചിന്താഗതി ഇവിടെ പറയുന്നു, അല്ലെ? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ ഉത്തരദിക്കിന്റെ മേഖലയിൽ നക്ഷത്രങ്ങളിൽ ഞാൻ ഇരുന്ന് അരുളും, അല്ലെ? ഞാൻ ദൈവത്തിന്റെ കൂടെ സമനാകും എന്നല്ലോ നീ ഹൃദയത്തില് പറഞ്ഞത്. ഇവിടെ ലൂസിഫറിന്റെ അനുഭവം നമുക്കറിയാം. ദൈവം അവനെ ഭൂമിയിലേക്ക് വീഴ്ത്തുകയും അതിലൂടെ ആദ്യ മാതാപിതാക്കളായ ആദാമിനെയും ഹവ്വയെയും ഈ ലൂസിഫർ അവിടെ വീണ്ടും വഞ്ചിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു, അല്ലെ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് അഹങ്കാരം ഒരു വികാരമാണ്. അതിനാൽ അതിനെ ആശ്രയിക്കരുത്. കാരണം അത് അനേക പാപങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഞാൻ വലിയവനാണ് എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരം. സ്വർഗത്തിലായിരുന്ന കെരൂബായ ലൂസിഫറിന് ഇങ്ങനെ ഒരു തോന്നല് അവന്റെ ഉള്ളിലുണ്ടായി, അല്ലെ? ദൈവത്തിനോട് സമനാകുവാൻ, അത്യുന്നതനോട് സമനാകുവാൻ അവൻ ആഗ്രഹിച്ചു, അല്ലെ? അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്
അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നാം ലോകത്തെ സ്നേഹിക്കും. അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നാം ലോകത്തെ സ്നേഹിക്കും. ഇവിടെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അല്ലെ 16-ാം വാക്യം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അല്ലെ, അവിടെ ഒരു 3 പാപങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയാണ് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകുന്ന 3 പാപങ്ങള്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അല്ലെ, ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകും. അല്ലെ, അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു വാസ്തവികമായ ഒരു കാര്യമാണ്. അതൊരു ശരിയായ വസ്തുതയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഈ ഒരു വികാരം ഉണ്ട് എന്ന് നാം സ്വയം അറിഞ്ഞിരിക്കുക. അല്ലെ, പലപ്പോഴും നാം മറ്റുള്ളവരെക്കാൾ കേമനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ കഴിവുള്ളവനാണ് എന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരം. അല്ലെ, പക്ഷേ ഈ കർത്താവ് യേശുക്രിസ്തു നമുക്കൊരു വലിയ മാതൃക നൽകിയിരിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ മാതൃക അവിടെ പറയുന്നു. താഴ്മയുടെ അനുഭവം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് കർത്താവിന്റെ ഭാവം? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ആരായി മാറി? അനുസരണമുള്ളവനായി മാറി. അല്ലെ, അതാണ് ക്രിസ്തു യേശുവിന്റെ ഭാവം. അല്ലെ, താഴ്മയുടെയും എളിമത്വത്തിന്റെയും ഭാവം. സ്വർഗത്തിലെ സർവ മഹിമയും വെടിഞ്ഞ് ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ഭൂമിയിൽ വരികയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. ക്രൂശിലെ മരണത്തോളം അവൻ ആരായി മാറി? അനുസരണമുള്ളവനായി മാറി. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ഒരിക്കലും നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ നേട്ടങ്ങളിലോ നമ്മുടെ മൂല്യം നിശ്ചയിക്കരുത്. ലേഖനം വ്യക്തമായി പറയുന്നു, നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ നേട്ടങ്ങളിലോ നമ്മെക്കുറിച്ചുള്ള ഒരു മൂല്യം നാം ഒരിക്കലും നിർണയിക്കരുത്. മറിച്ച് നാം മൂല്യം നൽകേണ്ടത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവവുമായുള്ള ബന്ധത്തിലാണ് നാം മൂല്യം കൽപ്പിക്കേണ്ടത്. അല്ല എങ്കിൽ നാം നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ നേട്ടങ്ങളിലോ നാം മൂല്യം നിർണയിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരം. അല്ലെ, അതുകൊണ്ട് അതൊരു വികാരമാണ്. അത് പിശാച് നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്ന വികാരമാണ്. ഇങ്ങനെയുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നാം അഹങ്കാരത്തിന് അടിമപ്പെടുകയും ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ഈ അഹങ്കാരത്തിന്റെ ഈ മുറുക്കമുള്ള വിരലുകള് നാം അയച്ച് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് കർത്താവിൻ്റെതായ സ്വഭാവത്തിൽ എളിമപ്പെട്ട് ധരിപ്പാൻ ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്വയം അറിയുക. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സ്വയം അറിയുക. തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ആമുഖത്തിൽ പറയുന്നത്, 2 പേര് പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരാള് സഭയിലെ മൂപ്പനാണ്, മറ്റൊരാള് വലിയ പേരും പ്രശസ്തിയും ഒന്നും ഇല്ലാത്തവനാണ്. ഇവിടെ പറയുന്നത്, സഭയിലെ മൂപ്പന് ഏറ്റവും ആലയത്തിന്റെ മുന്നിൽ പോയി
ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കെ ഉച്ചത്തില് വിളിച്ചു പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. മറ്റൊരു വ്യക്തി ആലയത്തിന്റെ ഏറ്റവും പിൻഭാഗത്ത് നിന്നുകൊണ്ട് ഉറക്കെ പറയുവാൻ പോലും കഴിയാതെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ദൈവസന്നിധിയില് പുലമ്പുന്നു. അവൻ വളരെ നിരാശയോടുകൂടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവന്റെ പ്രാർത്ഥന, കർത്താവെ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. നമുക്കിതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, അല്ലെ? രണ്ടുപേര് പ്രാർത്ഥിക്കുവാൻ പോയി. ഒരുത്തൻ പരീശൻ, മറ്റൊരുത്തൻ ചുങ്കക്കാരൻ, അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ, അല്ലെ? പരീശൻ പറയുന്നത് എന്താണ്? ദൈവമേ, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ ഇനി അവൻ്റെതായ നീതി പ്രവൃത്തികൾ പറയുകയാണ്. പരീശന്റെ നീതി പ്രവൃത്തികൾ പറയുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും ഞാൻ പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, അല്ലെ? നേരെ മറിച്ച് ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ അവൻ മാറത്തടിച്ച് എന്താണ് അവന്റെ പ്രാർത്ഥന? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. പക്ഷേ ചുങ്കക്കാരൻ അപ്രകാരം പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, അല്ലെ? ഇവിടെ പരീശൻ അപ്രകാരം പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, അല്ലെ? ഇവിടെ പാപിയായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി അവൻ പോയി. പക്ഷേ പരീശൻ അങ്ങനെയല്ല. അതുകൊണ്ട് മനപ്പാഠമാക്കി നമ്മൾ എന്താ പഠിപ്പിച്ചത്? തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇവിടെ പരീശൻ തന്നെത്താൻ എന്ത് ചെയ്തു? ഉയർത്തി. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ താഴ്ത്തപ്പെട്ടവനായിരുന്നു, അവന്റെ മൂല്യം കുറഞ്ഞതായിരുന്നു. നേരെ മറിച്ച് ചുങ്കക്കാരൻ തന്നെത്താൻ താഴ്ത്തി, ദൈവം അവനെ ഉയർത്തി, അല്ലെ? അവന്റെ മൂല്യം ഉയർന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ, തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് നാം ആരെന്ന് സ്വയം അറിയുക. കാരണം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ യാഥാർത്ഥ്യം നാം പരിശോധിക്കണം. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുന്നത് എപ്രകാരമാണെന്നുള്ള യാഥാർത്ഥ്യം നാം പരിശോധിക്കണം. കാരണം നമുക്ക് മാത്രമേ നമ്മുടെ വളർച്ചയെ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വയം അറിയുക. ഞാനൊരു പരീശനാണോ അതോ ഞാനൊരു ചുങ്കക്കാരനാണോ എന്ന് സ്വയം അറിയുക. ഞാനും നിങ്ങൾ ഒരു പരീശനാണ് എങ്കിൽ നമ്മുടെ ഉള്ളിൽ വാഴുന്നത് അഹങ്കാരമാണ്. മറിച്ച് ഞാനും നിങ്ങളും ഒരു ചുങ്കക്കാരനാണെങ്കിൽ നമ്മളിൽ വാഴുന്നത് താഴ്മയാണ്. അതുകൊണ്ട് ഞാൻ ആര്, നിങ്ങൾ ആര് എന്ന് സ്വയം അറിയുക. പക്ഷെ ഒരു വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇവിടെ പരീശൻ തന്നെത്താനെ ഉയർത്തി. അവനെന്താ പറഞ്ഞത്? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, അല്ലെ? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരെ പോലെയോ നീതി കെട്ടവരെ പോലെ വ്യഭിചാരം ചെയ്ത് നടക്കുന്നവരെ പോലെ അല്ല. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്നതിലെല്ലാം ഞാൻ പതാരം അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നു, അല്ലെ? അതുകൊണ്ട് അവൻ സ്വയം അവനെ തന്നെ ഉയർത്തി. ദൈവമാണ് ഒരു മനുഷ്യനെ സ്കാൻ ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ള മുമ്പാകെ പ്രശംസിക്കുവാനും സ്വയം പുകഴുവാനും നമുക്ക് കുറെ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ ദൈവം നമ്മെ സ്കാൻ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടേതായ പരാജയം. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പരീശനെ പോലെ നാം സ്വയം അഹങ്കരിക്കാതെ, സ്വയം നിഗളിക്കാതെ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാൻ
ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ചും നാം പൊതുസമൂഹങ്ങളിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടതെന്നും യേശു തന്റെ ശുശ്രൂഷയിൽ പറയുണ്ടായി. അല്ലെ, ഒരു വിവാഹത്തിന്, ഒരു കല്യാണത്തിന് നമ്മൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നാം അവിടെ പെരുമാറേണ്ടത്, ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെടുമ്പോൾ നാം എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെ, ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തില് 14 അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ എവിടെ ഇരിക്കരുത്? മുഖ്യാസനത്തിൽ ഇരിക്കരുത്. അല്ലെ, ഒരുത്തൻ നിന്നെ കല്യാണത്തിൽ വിളിച്ചാൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി മുഖ്യാസനത്തിൽ ഇരിക്കരുത്. കാരണം എന്താ? നിന്നിലും മാനമേറിയവൻ വരും. നിന്നിലും മാനമേറിയവൻ വരുമ്പോ എന്താ ചെയ്യുന്നത്? അവന് ഇടം കൊടുക്ക എന്ന് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മോട് പറയും. അത് പിന്നീട് ഒരു നാണക്കേടായി മാറും. അല്ലെ, അതുകൊണ്ട് നിന്നെ വിളിച്ചാൽ നീ പോയി ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്കുക. നിന്നെ വിളിച്ചാൽ നീ ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. അങ്ങനെ നിന്നെ ക്ഷണിച്ചവൻ നോക്കുമ്പോ നീ ഒടുക്കത്തെ സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആ സ്നേഹിതന് നിന്നോട് കരുണയുണ്ടാകും. അവൻ പറയും, മുമ്പോട്ട് വന്നിരിക്കുക. അങ്ങനെ പറയുവാൻ ഇടവരുത്തണം. അതുകൊണ്ട് നീ ഒരു പന്തിയിൽ ഇരിക്കുമ്പോഴും നീ വളരെ ആലോചിച്ച് അവിടെ പെരുമാറണം. അതുകൊണ്ട് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമ്മുടെ പാപത്തിന്റെ അവസ്ഥ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മാത്രമേ അറിയാവൂ. അല്ലെ, ഒരുപക്ഷെ നമ്മുടെ ഭാര്യയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ഭർത്താവിന് അറിയില്ല, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിന് അറിയണമെന്നില്ല, സഭയിലെ പാസ്റ്ററിന് അറിയണമെന്നില്ല, സമൂഹത്തിൽ ആർക്കും അറിയണമെന്നില്ല. നമ്മുടേതായ യഥാർത്ഥ സ്വഭാവം നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് സ്വയം ഞാൻ ആര്, ദൈവസന്നിധിയിൽ ഞാൻ ആര് എന്ന് സ്വയം അറിയുക. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, ക്രിസ്തുവിലേക്ക് നാം കൂടുതൽ അടുക്കും തോറും നമുക്ക് പാപബോധം ഉണ്ടാകും. ക്രിസ്തുവിലേക്ക് നാം കൂടുതൽ അടുക്കും തോറും നമുക്ക് പാപബോധം ഉണ്ടാകും. ഞാൻ അയോഗ്യനാണെന്ന് ഞാൻ സ്വയം മനസ്സിലാകും. അങ്ങനെ ആകുമ്പോൾ നാം സ്വയം ദൈവസന്നിധിയിൽ എളിമപ്പെടും, താഴ്മപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, അജ്ഞത കൊണ്ടാണ് പലരും സ്വയം ഉയർത്തുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ദൈവം ആരെന്നവൻ അറിയുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പലപ്പോഴും നാം ദേവാലയത്തിൽ നാം നമ്മെ തന്നെ ഉയർത്തുന്നത്. അല്ലെ, അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്ന അനേകര് ഉണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടാം. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, ക്രിസ്തുവിലേക്ക് നാം കൂടുതൽ എടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറിച്ചുള്ള പാപബോധം, ഞാൻ ആര് എന്ന് സ്വയം എനിക്ക് അറിയുവാനും, ഞാൻ ദൈവത്തിൽ എത്രമാത്രം അയോഗ്യനാണ്, ഞാനൊരു ചുങ്കക്കാരനല്ലയോ എന്നൊരു തോന്നല് നമുക്കുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ഉയർത്തും. സ്വയം ദൈവസന്നിധിയിൽ നാം താഴ്ത്തുകയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. അത് ഏറ്റവും നല്ല രക്ഷയുടെ അടയാളമാണ് എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് മോശ എളിയ ദാസൻ. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് മോശ എളിയ ദാസൻ. ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ ആമുഖത്തില് മോശയുടെ ജീവിത അനുഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രൈമിയ കൊട്ടാരത്തില് ജീവിച്ചതായ മോശയുടെ അനുഭവം ചൊവ്വാഴ്ചത്തെ പാഠത്തില് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, കൊട്ടാരത്തിലെ ജീവിത അനുഭവങ്ങൾ അറിയാം. ആഡംബരം, ആനന്ദം, സുഖം എല്ലാം കൊണ്ട് നിറഞ്ഞതായ ഒരു ജീവിതമാണ് കൊട്ടാരത്തിലെ ജീവിതം. അല്ലെ, പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു മോശ എന്ന് പൗലോസ് സാക്ഷീകരിക്കുന്നു. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും എല്ലാം ഒരു സ്വാധീനം മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ലേഖകൻ പറയുന്നത് മോശയുടേതായ
ക്വാളിറ്റീസിനെ കുറിച്ചാണ്, സർവ്വ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ മോശയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശ ഒരു ചരിത്രകാരനായിട്ട് പറയാം, മോശയെ നമുക്കൊരു കവിയായിട്ട് പറയാം. സങ്കീർത്തനം 90 മോശ എഴുതിയത് കവിയായിട്ട് പറയാം, ഒരു തത്വജ്ഞാനിയായിട്ട് പറയാം, ഒരു സൈന്യാധിപൻ, അല്ലെ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് നടത്തിയതായ ഒരു വലിയ സൈന്യാധിപനായിട്ട് മോശയെ നമുക്ക് പറയാം. കൂടാതെ ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു ജനപ്രതിനിധി, 6 ലക്ഷം ജനങ്ങളെ നയിച്ചതായ ഒരു വലിയ ജനപ്രതിനിധി ആയിട്ട് പറയാം. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള, സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വലിയ അതുല്യ പ്രതിഭയായിരുന്നു മോശ. ഈ ക്വാളിറ്റീസിനോട് സമനായി ഈ ലോകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെ, സമനായി ആരുമില്ല. കാരണം അത്രമാത്രം ക്വാളിറ്റീസ് ഉള്ളതായ ഒരു സർവജ്ഞാനിയായിരുന്നു, പ്രതിഭയായിരുന്നു മോശ, സമർത്ഥനായിരുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് മോശ തെരഞ്ഞെടുത്തു എന്നിവിടെ പറയുന്നു. കൊട്ടാരത്തിലെ ആഡംബര സുഖ സൗകര്യങ്ങളെക്കാൾ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് മോശ തെരഞ്ഞെടുത്തു. അതാണ് മോശയുടെ ക്വാളിറ്റി. പാഠത്തിന്റെ ഹെഡിങ് എന്താ പറയുന്നത്? മോശ എളിയ ദാസൻ. അഹങ്കാരത്തിന്റെ ദാസനല്ല, മറിച്ച് താഴ്മയുടെ ദാസൻ, എളിമയുടെ ദാസൻ. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, മോശ എത്രമാത്രം ശക്തനായിരുന്നുവെങ്കിലും മോശയുടെ ഏറ്റവും വലിയ പിൽക്കാലത്തെ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത്, താഴ്മയുടെ സ്വഭാവമാണ്. കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ ഒരുപക്ഷെ മോശ ഏറ്റവും അഹങ്കാരമുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെ, അവിടുത്തെ ആഡംബരത്തിലും സുഖത്തിലും പ്രശസ്തിയിലും കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൻ അഹങ്കാരമുള്ള വ്യക്തി ആയിരിക്കാം. പക്ഷേ പാഠം പറയുന്നത്, പിൽക്കാലത്ത് പിന്നീടുള്ള ജീവിതത്തില് മോശയെ പോലെ താഴ്മ ധരിച്ചവൻ ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ല. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം പറയുന്നത്, സംഖ്യാപുസ്തകം 12:3 പറയുന്നത് നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിലുണ്ട്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. എന്താണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അവൻ അതിസൗമ്യനായിരുന്നു, അല്ലെ. ഇവിടെ മോശയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദവാക്യങ്ങളിൽ ഇപ്രകാരം സാക്ഷീകരിക്കുന്നു. ആരാണ് മോശ? എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദവാക്യങ്ങൾ വിശ്വാസികളുടെ പട്ടികൾ പറയുമ്പോൾ പറയുന്നത്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ സ്വർണം, പ്രശസ്തി, ആഡംബരം, സുഖലോലുപ ജീവിതം, അങ്ങനെയുള്ള നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണെന്ന്, അല്ലെങ്കിൽ മിസ്രൈമിലെ സ്വർണത്തെക്കാളും മൂല്യത്തെക്കാളും വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ മോശയെ കുറിച്ച് സാക്ഷീകരിക്കുന്നു, അല്ലെ. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും വലിയ ധനമെന്ന് മോശ എണ്ണി, അല്ലെ. അതുകൊണ്ട് അവൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി വന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ ചെറിയ പാപങ്ങളുണ്ടായി, അല്ലെ. അവൻ മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്, 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, അവനൊരു മിസ്രൈമിനെ കൊന്നു എന്ന് പറയുന്നു, അല്ലെ. അവനൊരു മിസ്രൈമിനെ കൊന്നപ്പോൾ അവൻ ഓടി, അവൻ കൊട്ടാരത്തിൽ നിന്ന് ഓടി, അല്ലെ. അവൻ പിന്നെ മരുഭൂമിയിൽ പാർത്തു. 40 വർഷക്കാലം ദൈവം അവനെ പരിശീലിപ്പിച്ചു, എങ്ങനെ ആയിരിക്കണം ദൈവമക്കളെ നടത്തേണ്ടതെന്നുള്ള എല്ലാ പരീക്ഷണങ്ങളും അവിടെ ദൈവം അവനെ പരീക്ഷിച്ചു, അല്ലെ. പർവ്വതങ്ങളിൽ അവൻ ജീവിച്ചു, അവന്റെ പഠനമുറി പർവ്വതങ്ങളായിരുന്നു. അവന്റെ കൊട്ടാരത്തിലെ അഹങ്കാരങ്ങളെല്ലാം മാറി അവൻ പർവ്വതങ്ങളില് അതിനെ ഭിത്തിയാക്കിക്കൊണ്ട്, പർവ്വതങ്ങളെ ഭിത്തിയാക്കിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവത്തെ കുറിച്ച് അവൻ അറിഞ്ഞു, അല്ലെ. ഒരു വലിയ ജനതയെ നയിക്കുവാൻ അവനവിടെ ദൈവം അവനെ പരീക്ഷിക്കുകയായിരുന്നു, അവനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ നിത്യതയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ
മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവത്തോടുകൂടെ നിന്ന് അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അവൻ മനസ്സിലാക്കി. അല്ലെ? ഇവിടെ പിൽക്കാലത്ത് ഇസ്രായേൽ ജനത്തെ നടത്തിയ വിധത്തില് മോശയുടെ ജീവിതത്തിലുണ്ടായ താഴ്മ, സൗമ്യത ബൈബിളില് വ്യക്തമായി ചിത്രീകരിക്കുന്നു. സകല മനുഷ്യരിലും മോശ ആരായിരുന്നു? അതിസൗമ്യനായിരുന്നു. അല്ലെ? പല തരത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. കത്തുന്ന മുൾപടർപ്പിൽ ദൈവത്തെ അവൻ കണ്ടുമുട്ടി. മിസ്രൈമിലെ 10 മഹാമാരികളില് അവൻ ദൈവത്തെ കണ്ടുമുട്ടി. ചെങ്കടൽ കടന്നപ്പോൾ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. സ്വർഗത്തിൽ നിന്ന് മന്ന വീണപ്പോൾ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. അവൻ ദൈവത്തോട് അവൻ നേരിട്ട് സംസാരിച്ചു. 10 കൽപ്പന എഴുതുന്ന സമയത്ത് അവൻ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു. ഇനി മോശ പാറയെ അടിച്ചതിനു ശേഷം അവന് വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളില് ദൈവവുമായി അവൻ ഇടപെട്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അല്ലെ? അവൻ വളരെ എളിമപ്പെട്ടവനായിരുന്നു, താഴ്മപ്പെട്ടവനായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നാം സ്വയം വിലയിരുത്തുക. ദൈവമായി ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ചില ദൈവമക്കള് അഹങ്കരിക്കാറുണ്ട്. അല്ലെ? ചില ദൈവമക്കൾ എന്ത് ചെയ്യാറുണ്ട്? അഹങ്കരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഇത്രമാത്രം ദൈവവുമായി അടുത്ത് ഇടപെട്ടിട്ട് പോലും അവൻ ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവനായിരുന്നു? അതിസൗമ്യനും താഴ്മ ധരിച്ചവനും ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ, ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മോട് ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വയം തിരിഞ്ഞു നോക്കൂ. മോശയുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മെ ആരെങ്കിലും എളിയവൻ, അല്ലെങ്കിൽ താഴ്മ ധരിച്ചവൻ, അല്ലെങ്കിൽ അവൻ അതിസൗമ്യനാണ് എന്ന് നമ്മെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. അല്ലെ? ഞാൻ താഴ്മ ധരിച്ചവനാണോ എന്ന് മറ്റുള്ളവർ നമ്മെ പറയാറുണ്ടോ? അല്ലെ? അവൻ എളിയവനാണെന്ന് നമ്മെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ എന്നിവിടെ സ്വയം ചോദിക്കുന്നു. ഇനി പറയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? അല്ലെ? നമ്മെക്കുറിച്ച് അങ്ങനെ ആരും പറയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? പക്ഷെ മോശയെക്കുറിച്ച് അനേകര് സാക്ഷ്യപ്പെടുത്തി അവൻ ഭൂതലത്തിലുള്ള ഏറ്റവും അതിസൗമ്യൻ ആയിരുന്നു. അതുകൊണ്ട് സ്വയം എളിമപ്പെടുവാൻ ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. എളിമപ്പെടണമെങ്കിൽ നാം ആരെ ധരിക്കണം? യേശുവിനെ നാം ധരിക്കണം. ഇവിടെ ഒരു ഗാനം തന്നെ നമ്മുടെ ശാബ് സ്കൂൾ പാഠത്തിൽ പറയുകയാണ്, ഐ വുഡ് റാദർ ഹാവ് ജീസസ്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയും. അല്ലെ? യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയും. ഐ വുഡ് റാദർ ഹാവ് ജീസസ്. പ്രിൻസ് ഓസ്കാർ ഓഫ് സ്വീഡൻ ആണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ഇത് എളിമയുടെയും താഴ്മയുടെയും യേശുവിന്റെ മാതൃകയെക്കുറിച്ച് ഈ പാട്ടില് വർണ്ണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, ഭൂതലത്തിൽ ജീവിച്ചവരിൽ വെച്ച് ഏറ്റവും എളിമയുള്ള, താഴ്മയുള്ള എളിയ ദാസനായിരുന്നു മോശ എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും വലിയ കുറ്റം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും വലിയ കുറ്റം. ബുധനാഴ്ചത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത്, ഞാനും നിങ്ങളും യേശുവിന്റെ ഒരു ശിഷ്യനാണെന്ന് സങ്കല്പിക്കുക. ഒരു യഥാർത്ഥ ശിഷ്യൻ. 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ ഒരു ശിഷ്യനാണെന്ന് നിങ്ങൾ സ്വയം സങ്കല്പിക്കുക. 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തതിൽ അതിൽ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിക്കുക. 12 പേർക്ക് ലഭിച്ച ഭാഗ്യം ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്തൊക്കെയാണ് 12 ശിഷ്യന്മാർക്ക് ലഭിച്ച ഭാഗ്യം? കർത്താവിനോട് അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു, കർത്താവിനോടൊപ്പം ഭക്ഷിക്കുവാൻ കഴിഞ്ഞു, കർത്താവിനോടൊപ്പം ഉറങ്ങുവാൻ കഴിഞ്ഞു. അല്ലെ? അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കൺമുമ്പിൽ കാണുവാൻ കഴിഞ്ഞു. ഇത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ്. അല്ലെ? ഇത്രമാത്രം ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന്, അല്ലെങ്കിൽ നിങ്ങളെന്ന് സ്വയം സങ്കല്പിക്കുക. ഞാനൊരു യേശുവിന്റെ യഥാർത്ഥ 12 ശിഷ്യന്മാരിൽ ഒരുത്തനാണ് എന്ന് നാം സ്വയം സങ്കല്പിക്കുക. എത്രമാത്രം ഭാഗ്യകരമായ ഒരു പദവിയാണ്. അല്ലെ?
അങ്ങനെ ഞാൻ ആ 12 പേരിൽ ഒരുവനാണെന്ന് ഞാൻ സ്വയം ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ അത്ഭുതപ്പെടുവാൻ തുടങ്ങും. വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ ആ 12 പേരിൽ ഒരുവനാണെന്ന് സ്വയം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറിച്ച് അത്ഭുതപ്പെടുവാൻ തുടങ്ങും. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ്, എനിക്ക് ആർക്കും കിട്ടാത്ത പദവിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെ? ഞാൻ എന്തുകൊണ്ടും വലിയവനാണ്. അങ്ങനെ ഒരു തോന്നൽ വരുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, വലിയവനാണ് എന്ന് നമുക്ക് സ്വയം തോന്നുകയാണ്. കാരണം ഞാൻ ആ 12 പേരിൽ ഒരുവനാണ്. കർത്താവിനോടൊപ്പം ഉറങ്ങുവാനും കർത്താവിൻ്റെതായ ഉപമകൾ കേൾക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും കൂടെ യാത്ര ചെയ്യുവാനുമുള്ള ഭാഗ്യം എനിക്കേ ലഭിച്ചിട്ടുള്ളൂ. അപൂർവം ചിലരിൽ എനിക്കേ ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ കുറിച്ച് അത്ഭുതപ്പെടുവാൻ തുടങ്ങും. ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന് നാം സ്വയം ചിന്തിക്കും. അതിനെ പറയുന്ന വാക്കാണ് അഹങ്കാരം. അങ്ങനെ ഈ ശിഷ്യന്മാരുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു തർക്കം ഉണ്ടായി, അല്ലെ? ആ 12 പേരുടെ ഇടയിലും ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായി. എന്താണ് തർക്കം? ആരാണ് വലിയവൻ? ഈ 12 പേരില് ആരാണ് വലിയവൻ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 27 വരെ വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ. ഇവിടെ പറയുന്നത് തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, കർത്താവ് പറയാണ്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്നാണ് പറയുന്നത്. അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ നമ്മൾ സ്വയം ലോകത്ത് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത് ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ആരെ പോലെ ആകണം? നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും, ഏറ്റവും താഴെത്തട്ടുള്ള ഇളവനെ പോലെയും, നായകൻ എന്ന് സ്വയം അഭിമാനിക്കുന്നവർ, അല്ലെ, ഞാൻ നായകനാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. 27-ാം വാക്യം, ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? അല്ലെ, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയും ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് വലിയവൻ. കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളിൽ വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണോ അതോ അവനെ ശുശ്രൂഷിക്കുന്നവനാണോ, ഭക്ഷണം വിളമ്പുന്നവനാണോ? സ്വയം ജാതികളുടെ ഇടയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് വലിയവൻ, അല്ലെ? നമുക്കെല്ലാവരും നമ്മളത് സമ്മതിക്കും, ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് വലിയവൻ. ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ എന്ന് കർത്താവ് തന്നെ ചോദിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു എന്ന് പറയാണ്. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ജാതികളുടെ ഇടയിൽ നോക്കുമ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് വലിയവൻ, അല്ലെ? ആ വിളമ്പി കൊടുക്കുന്നവൻ അവൻ ദാസനാണ്. പക്ഷേ കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനായിട്ടല്ല ഞാൻ വരുന്നത്. ഞാനോ നിങ്ങളുടെ ഇടയിൽ ആരായിട്ടാ വരുന്നത്? ഞാനൊരു ശുശ്രൂഷകനായി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനായി വരുന്നു, അല്ലെ? അതുകൊണ്ട് ബോനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, നാം യേശുവിന്റെ മാതൃക പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി മാറണം, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പാകെ നായകനായി, വലിയ കേമനായി സ്വയം അഹങ്കരിക്കുന്നതിന് പകരം കർത്താവിന്റെ മാതൃകയാകുന്ന ശുശ്രൂഷ മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്ന് ഇവിടെ പറയുന്നു, അല്ലെ? പലപ്പോഴും അഹങ്കാരം കാരണം മറ്റുള്ള മേൽ ആധിപത്യം സ്ഥാപിക്കുവാനും മറ്റുള്ളവരെ അടക്കി ഭരിക്കുവാനും ഒക്കെയുള്ളതായ തോന്നലുകള് നമുക്കുണ്ടാകും. ഇതെല്ലാം അഹങ്കാരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്, അല്ലെ? അവിടെ ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, ദൈവത്തെ ഏറ്റവും അധികം വ്രണപ്പെടുത്തുന്നത് നമ്മുടെ അഹങ്കാരമാണ്. ദൈവത്തെ ഏറ്റവും അധികം മുറിവേൽപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരമാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് ഒരു രാജാവാണ്. അഹങ്കാരം എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സ്വഭാവം പോലെയാണ്. നായകനായി നിൽക്കുന്നു, അനേക ശുശ്രൂഷകൾ നേടുവാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെ? മറ്റുള്ളവർ ശുശ്രൂഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ഒരു രാജാവിന് തുല്യമാണ്, അല്ലെ?
നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാപത്തിൻ്റെതായ ഒരു ബോധവും ഉണ്ടാകില്ല, അല്ലെ? പാപത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകില്ല. നാം ചെയ്യുന്നതാണ് എല്ലാം ശരിയെന്ന് നമുക്കൊരു തോന്നല് ഉണ്ടാകും. പിന്നെ നമ്മുടെ ഉള്ളിലെ രോഗം നിർണയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ കണ്ണുകളെല്ലാം കുരുടായി പോകും. ഞാൻ ഒരു അഹങ്കാരിയാകുമ്പോൾ എനിക്ക് എന്നിലെ കുറവുകളെ എനിക്ക് ഒരിക്കലും ചൂണ്ടിക്കാണിക്കുവാനോ അതിനെ മനസ്സിലാക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് അഹങ്കാരം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, അല്ലെ? നമുക്ക് എല്ലാവർക്കും അഹങ്കാരമുണ്ട്. അങ്ങനെ ഒരു ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ കണ്ണ് തുറക്കണമേ, എൻ്റെ കണ്ണെന്ന് തുറക്കണമേ. കാരണം ഈ അഹങ്കാരവും സ്വാർത്ഥതയും എന്നിൽ നിന്ന് നീക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ പാഠത്തിൽ ഒരു പ്രാർത്ഥന തന്നെ പറയുകയാണ്, കർത്താവേ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് സർജറി ചെയ്യണമേ, എൻ്റെ ഹൃദയത്തെ എനിക്ക് തന്നെ സൂക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ വിശുദ്ധമായി ഒന്ന് സൂക്ഷിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് വാർത്തെടുക്കണമേ, അങ്ങയുടെ സ്നേഹമാകുന്ന നിർമ്മലമായ സ്നേഹം എന്നിൽ ഒഴുകട്ടെ, ഞാൻ എന്നെ തന്നെ ഉയർത്താതെ ഞാൻ സ്വയം താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധി നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ലേഖകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, അല്ലെ? അതുകൊണ്ട് നമ്മുടെ അഹങ്കാരവും നമ്മുടെ സ്വാർത്ഥതയും നമ്മിൽ നിന്ന് നീക്കണമെങ്കിൽ നാം വിനയപ്പെടണം. നമ്മുടെ ഉള്ളിലുള്ള വലിയവൻ എന്നുള്ള ചിന്ത മാറണം. ശിഷ്യന്മാരുടെ ഇടയിൽ എന്താ സംഭവിച്ചത്? ആരാണ് വലിയവൻ, അല്ലെ? തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഓരോരുത്തരും ചിന്തിച്ചു, ഞാൻ വലിയവനാണ്, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ പാദം കഴുകേണ്ട കാര്യമില്ല, അല്ലെ? ഓരോ ശിഷ്യന്മാരും സ്വയം ചിന്തിച്ചു, അല്ലെ, ഞാൻ മറ്റുള്ളവരുടെ പാദം കഴുകേണ്ട കാര്യം എനിക്ക് ഇല്ല. പക്ഷെ നമ്മുടെ ഗുരുവായ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അല്ലെ? ഈ ഭൂലോകത്തില് ഒരു ഗുരുക്കളും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ടില്ല. അനേക ഗുരുക്കൾ ഇന്നത്തെ കാലത്തുണ്ട്, അല്ലെ? ഒരു ഗുരു പോലും, നമുക്കറിയാവുന്ന ഒരു ഗുരുക്കന്മാർ പോലും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ടില്ല. പക്ഷെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഇതാണ് ശുശ്രൂഷയുടെ അനുഭവം, ഇതാണ് എളിമയുടെ അനുഭവം, ഇതാണ് താഴ്മയുടെ അനുഭവം. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, അഹങ്കാരവും സ്വാർത്ഥതയും നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപ സ്വഭാവം നമുക്ക് പിന്നെ കാണാൻ കഴിയില്ല, നമ്മുടെ പാപത്തിന്റെ രോഗം നമുക്ക് നിർണയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മപ്പെട്ട് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി തന്നെ തന്നെ താഴ്ത്തി വിനയപ്പെടുവാൻ, എൻ്റെ ബലഹീനമായ എൻ്റെ ഈ അവസ്ഥയെ എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിനെ നോക്കുക. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിനെ നോക്കുക. ഇവിടെ ലേഖകൻ നമ്മോട് ചോദിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിക്കുള്ള പ്രധാനപ്പെട്ട ദൂത് എന്താണ്? ഒരു ക്രിസ്ത്യാനിക്കുള്ള പ്രധാനപ്പെട്ട ദൂത് എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത്, നമ്മൾ നേരത്തെ വായിച്ചതാ, ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനാണോ ശുശ്രൂഷിക്കുന്നവനാണോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ എന്ന് കർത്താവ് തന്നെ മറുപടി പറയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ആരെ പോലെ ആകുന്നു? ശുശ്രൂഷിക്കുന്നവരെ പോലെ ആകുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കുവാൻ ഒരു മാതൃകയുണ്ട്, അല്ലെ? നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് നോക്കുവാൻ ഒരു മാതൃകയുണ്ട്. ലോകത്തിന്റെ സർവ്വ മഹിമയും വെടിഞ്ഞ്, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതാണ് നമ്മുടെ ഏക മാതൃക. അതുകൊണ്ട് ശ്രേഷ്ഠരാകുവാൻ ആഗ്രഹിക്കുന്നവര്, മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന് സ്വയം തോന്നുന്നവര് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എന്താണ് യേശുവിന്റെ മാതൃക?
യേശു ഒരിക്കലും നായകനാകുവാൻ ആഗ്രഹിച്ചില്ല, അല്ലെ? യേശു ഒരിക്കലും ഒരു നേതാവാകുവാൻ ആഗ്രഹിച്ചില്ല. യേശു എപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നോക്കുക. അനുകമ്പ നിറഞ്ഞതായ ആ ശുശ്രൂഷ. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജനങ്ങൾ ചിന്നിച്ചെതറി നടന്നപ്പോൾ അവരോട് അനുകമ്പ കാണിച്ചതായ നമ്മുടെ കർത്താവ്, അല്ലെ? ഈ ഒരു സത്യം അനേകർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ യേശുവിനെ നാം സ്വയം തിരിച്ചറിയുമ്പോൾ യേശുവിന്റെ അനുകമ്പയും ആ മനസ്സലിവും താഴ്മയുടെയും ശുശ്രൂഷകൾ നമുക്കൊരു മാതൃകയാണ് എന്നിവിടെ പറയുന്നു, അല്ലെ? ഫിലിപ്പിയർക്ക് ലേഖനത്തില് 2-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രൂശിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവമക്കള് എങ്ങനെ ജീവിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങള് ക്രൂശിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവമക്കള് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇവിടെ പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, അല്ലെ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും, നമ്മൾ നിർബന്ധത്താലോ ആരുടെ മുമ്പിൽ നമ്മൾ സ്വയം കുറഞ്ഞു പോകുന്നു എന്ന് തോന്നി നാം ഒന്നും ചെയ്യാതെ എല്ലാം താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ, അല്ലെ? താഴ്മയുടെ ഒരു അനുഭവം പറയുകയാണ്. ഓരോരുത്തൻ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. 4-ാം വാക്യം പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം, അല്ലെ? 5-ാം വാക്യം പറയുന്നു, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് ദൈവത്തിന്റെ താഴ്മ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ താഴ്മ. യേശു എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. യേശു എല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. യേശുവിന്റെ നിർമ്മലമായ സ്നേഹം, യേശു ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് നാം അവനിലേക്ക് നോക്കുക. കർത്താവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സകല പ്രശസ്തിയും സകല മഹത്വവും ഇല്ലാതെയാകും. കാരണം സർവ മഹിമയും വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും നായകനാകുവാൻ ആഗ്രഹിച്ചില്ല. കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് നമുക്കൊരു അഹങ്കാരം വരുമ്പോ, നമുക്കുടെ ഉള്ളിലൊരു സ്വാർത്ഥത വരുമ്പോ, ലേഖകൻ പറയുന്നു, ആരിലേക്ക് നോക്കണം? യേശുവിലേക്ക് നോക്കണം, അല്ലെ? യേശുവിലേക്ക് നോക്കുക. എങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ മഹത്വവും നിസാരമെന്ന് നമുക്ക് തോന്നും, അല്ലെ? എത്ര വലിയ എളിമയുടെ ഒരു പ്രതീകമാണ് നമ്മുടെ കർത്താവ്, അല്ലെ? എത്ര വലിയ എളിമയുടെ പ്രതീകമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവനിലേക്ക് നോക്കുക. അവനിലേക്ക് നോക്കുമ്പോ ഞാൻ എത്രമാത്രം അഹങ്കാരിയാണെന്നും ഞാൻ എത്രമാത്രം നിഷ്ഠൂരനാണെന്നും നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ കഴിയും, അല്ലെ? ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും മറ്റുള്ളവരെക്കാൾ കേമനെന്ന് സ്വയം ചിന്തിക്കുകയും ഒരിക്കലും വിമർശനത്തിന് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എത്രമാത്രം അഹങ്കാരിയാണെന്നും എത്രമാത്രം നിഷ്ഠൂരനാണെന്നും നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ കഴിയും. ആരെ നോക്കുമ്പോൾ? യേശുവിനെ നോക്കുമ്പോൾ. അതുകൊണ്ട് നാം നമ്മെ തന്നെ വഞ്ചിക്കാതെ, അല്ലെ? നാം നമ്മെ തന്നെ വഞ്ചിക്കാതെ, നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മുടെ രോഗത്തെക്കുറിച്ച്, പാപത്തിന്റെ രോഗത്തെക്കുറിച്ച് നമുക്ക് നിർണയിക്കാൻ സ്വയം കഴിയുന്നില്ല എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ ആണ് വലിയവൻ എന്നൊരു ചിന്തയിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, സ്വയം നമ്മെ തന്നെ വഞ്ചിക്കാതെ ദൈവസന്നിധിയിൽ അഹങ്കാരത്തിന് പകരം അതിന്റെ വിപരീതമായ താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവിനെ നോക്കുവാൻ ഈ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ലേഖകൻ നമ്മോട് പറയുന്നത്, വേദപുസ്തകവും എടുത്തിട്ട് കുറച്ച് പേപ്പറും പേനയും പേപ്പറും എടുത്ത് സ്വയം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാൻ ദൈവസന്നിധിയിൽ ആരാണ്? ഞാൻ അഹങ്കാരമുള്ളവനാണോ അതോ താഴ്മ ധരിച്ചവനാണോ? നമ്മെക്കുറിച്ച് നാം ഒന്ന് വിലയിരുത്തുക. മന്ദമായിട്ടൊന്ന് നമ്മെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുക. 138-ാം സങ്കീർത്തനക്കാരൻ ദാവീദ് ഇപ്രകാരം പറയുന്നു,
അല്ലെ? ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. അല്ലെ? ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ആ 113 സങ്കീർത്തനം മുഴുവനായി വായിക്കുമ്പോൾ അതിൽ 6-ാം വാക്യം പറയുന്നതാണ്. 6-ാം വാക്യം പറയുന്നത്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ എന്ത് ചെയ്യുന്നു? കടാക്ഷിക്കുന്നു. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഇനി അവൻ ഗർവിയോ അല്ലെങ്കിൽ അഹങ്കാരമുള്ളവനെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. അല്ലെ? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്വഭാവം എന്താണ്? അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കും. നേരെ മറിച്ച് അഹങ്കാരമുള്ളവനെ അവൻ ദൂരത്തു നിന്ന് തന്നെ അറിയുന്നു. പള്ളിയിൽ കയറുമ്പോൾ തന്നെ അവനെ കുറിച്ച് അറിയുന്നു. കുടുംബത്തിലായിരിക്കുമ്പോൾ തന്നെ അവനെ കുറിച്ച് അറിയുന്നു. അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവനെ കുറിച്ച് അറിയുന്നു. അല്ലെ? അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, സ്വയം നാം നമ്മെ തന്നെ തിരിച്ചറിയുക, നമ്മെക്കുറിച്ച് നാം തന്നെ എഴുതുക. ഞാനൊരു അഹങ്കാരിയാണോ അതോ താഴ്മ ധരിച്ചവനാണോ എന്ന് സ്വയം എഴുതുവാൻ ഇന്നത്തെ പാഠത്തിൽ പറയും. അതുകൊണ്ട് നമുക്ക് അഹങ്കാരവും സ്വാർത്ഥതയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, ഞാൻ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. യേശുവിന്റെ എളിമത്വവും താഴ്മയുടെ അനുഭവം നമ്മൾ രൂപാന്തരം വരുത്തുമെന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച പഠിക്കുന്നത് ഹെലൻ ജി വൈറ്റ് തന്നെ ലേഖനത്തില് ക്രൈസ്റ്റ് ഒബ്ജക്റ്റ് ലെസൺസിൽ പേജ് 160 പറയുന്നത്, നാം യേശുവിലേക്ക് അടുക്കുന്തോറും നമ്മുടെ സ്വഭാവത്തിന്റെ പരിശുദ്ധി തെളിവായി വരും. നാം യേശുവിലേക്ക് കൂടുതൽ അടുക്കുന്തോറും നമ്മുടെ സ്വഭാവത്തിന്റെ പരിശുദ്ധി കൂടുതൽ കൂടുതൽ തെളിവായി വരും. പാപബോധം ഉണ്ടാകും. ഞാൻ ആര് ആണ് എന്ന് നമുക്കൊരു പൂർണ്ണമായൊരു കാഴ്ച നമുക്ക് ലഭിക്കും. അതുകൊണ്ട് താഴ്മ എന്ന് പറയുന്നത് ഇത് ബഹുമാനത്തിന്റെ ഒരു മുന്നോടിയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന്റെ ഒരു അടയാളമാണ് താഴ്മ. അല്ലെ? അതുകൊണ്ട് പറയുകയാണ്, മോശയെ പോലെ. മോശയെ കുറിച്ച് എന്താ പഠിച്ചത്? ഭൂതലത്തിലുള്ള മനുഷ്യരിലെ വെച്ച് മോശയെ പോലെ അതിസൗമ്യനായ വേറൊരു വ്യക്തി ഇല്ല. മോശയെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ. അല്ലെ? യോഹന്നാൻ സ്നാപകന് യേശുവിന്റെ ശുശ്രൂഷ നടത്താൻ വന്നതായ എളിയ പ്രവാചകനാണ്. മോശയെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ, ശൗലിൽ നിന്ന് പൗലോസായി മാറിയതായ പൗലോസിനെ പോലെ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുക. അല്ലെ? ദൈവസന്നിധിയിൽ ആരായി മാറുക? താഴ്മ ധരിക്കുക. നമ്മൾ താഴ്മ ധരിക്കുമ്പോൾ നമ്മുടെ സ്വയം മറക്കും, സ്വയസ്നേഹം മറക്കും, അഹങ്കാരം മറക്കും, നിസ്വാർത്ഥത മറക്കും. എന്നിട്ട് ഒരു ശിശുവിനെ പോലെ പെരുമാറും. അല്ലെ? ശിശുവിന്റെ സ്വഭാവം എന്താണ്? നിഷ്കളങ്കത. ഒരു ശിശുവിനെ പോലെ പെരുമാറും. ഒരു ശിശുവാകുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനായി മാറും. അങ്ങനെ ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതിന് ഏറ്റവും ആവശ്യം എന്താണ്? അനുതാപവും മാനസാന്തരവും ഏറ്റുപറച്ചിലുമാണെങ്കിൽ തീർച്ചയായും നമുക്ക് താഴ്മയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതുകൊണ്ടാണ് മനപാഠവാക്യം പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അതിനായി ദൈവസന്നിധിയിൽ സ്വയം ഞാൻ ആര് എന്ന് മനസ്സിലാക്കി, അല്ലെ, ഞാൻ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാൻ, മറ്റുള്ളവരെ വിധിക്കാതെ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ, മറ്റുള്ളവരെ നമ്മൾ മാർക്കിടാതെ, സ്വയം ഞാൻ ആര് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ, ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെതായ അനുഗ്രഹം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ നല്ല കൃപ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വീണ്ടും ഒരു പുതിയ മനോഹരമായ പാഠം പഠിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകാവുന്ന വലിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായുള്ള ബന്ധത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുവാൻ, യാഥാർത്ഥ്യം നാം സ്വയം മനസ്സിലാക്കുവാൻ ഈ പാഠങ്ങൾ മുഖാന്തരം ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ഇന്നത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും,
തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അതിനായി കർത്താവിൻ്റെ മാതൃക പോലെ, മോശയുടെ മാതൃക പോലെ, പൗലോസിന്റെ മാതൃക പോലെ, യോഹന്നാൻ സ്നാപകന്റെ മാതൃക പോലെ ഈ ലോകത്തിൽ അനേകരെ ശുശ്രൂഷിക്കുന്ന മനോഭാവത്തിൽ ഞങ്ങളുടെ തന്നെ സ്വയം താഴ്മപ്പെടുവാൻ, വിനയപ്പെടുവാൻ പരിശുദ്ധാത്മാന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പാൻ അങ്ങ് കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരവും ഞങ്ങളുടെ സ്വാർത്ഥതയും ഞങ്ങളുടെ ഉന്നത ഭാവവും ഒക്കെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചുങ്കക്കാരനെ പോലെ അടിയൻ പാപിയാണ്, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് വിളിച്ചപേക്ഷിപ്പാൻ, നിലവിളിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണം, ബലഹീനതകളെ പൊറുക്കണം. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് അവരെ സഹായിക്കണം. ദൈവസന്നിധി നിൽപ്പാൻ അവരെ ഒരുക്കണം. ഈ ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് വെളിച്ചവും സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണം. എല്ലാവരും ഉപരി അങ്ങ് മേഘാടനായി കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധി നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. എളിയാചന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.